ശ്രീ ലിയാഖത്ത് അലി നമ്മുടെ നാട്ടിലെ എക്സ് മുസ്ലിം അല്ലെങ്കിൽ യുക്തി ചിന്തകൻ, റാഷണലിസ്റ്റ്, ഫ്രീ തിങ്കർ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ശാസ്ത്ര പ്രചാരകർ എന്നൊക്കെ പറയുന്നവരുടെ ഇടയിൽ പ്രമുഖനായ ഒരു പേരാണ്. അദ്ദേഹം റാഷണലിസ്റ്റ് ആയിട്ടാണോ സെൽഫ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും യുക്തിവാദത്തിന്റെ അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ അത്തരം നിലപാട് തറകളിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. അദ്ദേഹം എന്നെക്കുറിച്ച് 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് 5 ദിവസം മുമ്പെയാണ് ചെയ്തത്. ഒന്ന് എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പ് ഒരു ലൈവ് ആണെന്ന്. 5 ദിവസം മുമ്പ് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, ഇപ്പോഴത്തെയാണ് കാണാൻ കഴിഞ്ഞത്. അദ്ദേഹം ഒരു സംവാദത്തിന് വെല്ലുവിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ക്ഷണിക്കുന്നുണ്ട്. ആ സംവാദത്തിന് വളരെ സന്തോഷപൂർവ്വം ആ വെല്ലുവിളി അല്ലെങ്കിൽ ആ സംവാദത്തിനുള്ള എന്താ പറയണേ ഇൻവിറ്റേഷൻ വളരെ സന്തോഷത്തോടു കൂടെ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തെ അറിയിക്കുന്നു. അദ്ദേഹം എനിക്ക് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് ഞാൻ കണ്ടിരുന്നില്ല, അദ്ദേഹത്തിന്റെ മെസ്സേജ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ നമ്പറും വ്യക്തിപരമായി അറിയില്ലായിരുന്നു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തോട് പേര് പറയുന്നതിൽ വിരോധം അല്ലെങ്കിൽ നമ്മുടെ മുസ്തഫ മൗലവി എന്ന് അറിയപ്പെടുന്ന ഒരു ചിന്തകനുണ്ട്. അദ്ദേഹവും പലപ്പോഴും ഒരു റിഫോമിസ്റ്റ് മുസ്ലിം എന്നൊരു പൊസിഷനാണ് എടുക്കാറുള്ളത്. ഇതേപോലെ എന്താ പറയണേ പാരമ്പര്യവാദമായിട്ടുള്ള ഇസ്ലാം പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്, എല്ലാ ഭാഗത്തും നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഞാൻ നമ്പർ എടുക്കുകയും ശ്രീ ലിയാഖത്ത് അലിയെ കണക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ആ സംവാദം പൂർണ്ണമായി സ്വീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങൾ വളരെ കൗതുകമുള്ളതാണ്. അപ്പം എനിക്ക് ശ്രീ ലിയാഖത്ത് അലിയെ ഒരു എന്താ പറയുക ഇഷ്ടവും ആദരവും തോന്നിയത് ആശയപരമായിട്ട് വിയോജിപ്പാണ്. എന്നിരുന്നാൽ പോലും പരസ്പര ബഹുമാനത്തോടെ അല്ലെങ്കിൽ പ്രതിപക്ഷ ബഹുമാനത്തോടെ മതത്തെ അധിക്ഷേപിക്കാതെ, വിശ്വാസത്തെ കഴിയുന്നത്ര അധിക്ഷേപിക്കാതെ ഒക്കെയാണ് പലപ്പോഴും സംസാരിക്കാറുള്ളത്. ഓവർ അഗ്രസീവ് അല്ല. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്. ഇപ്പോൾ യുക്തിവാദികളുടെ ഇടയ്ക്കാണെങ്കിലും റാഷണലിസ്റ്റുകളുടെ ഇടയ്ക്കാണെങ്കിലും വ്യത്യസ്ത നിലപാട് സമീപനം സ്വീകരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അവരുടേതായ സമീപനം, നമ്മളത് ബഹുമാനിക്കുന്നതാണ്. നമ്മൾ ക്രിക്കറ്റിൽ പറയാറുണ്ട്, ചില ആൾക്കാർ വീരേന്ദ്ര സെവാഗനെ പോലെ അഗ്രസീവാണ്, ചില ആൾക്കാർ രാഹുൽ ദ്രാവിഡിനെ പോലെ സ്റ്റേബിൾ ആണ്, ചില ആൾക്കാർ സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ സിന്തസിസ് ആണ്, രോഹിത് ശർമ്മ കളിക്കുന്ന രീതി വേറെയാണ്, വിരാട് കോഹ്ലി കളിക്കുന്ന രീതി വേറെയാണെന്നൊക്കെ പറയാറ്. അതേപോലെ ഇപ്പം നമ്മുടെ ആരിഫ് ഹുസൈൻ ഒക്കെ വളരെ അഗ്രസീവും റാഷും ആണെങ്കിൽ ലിയാഖത്ത് അലി കുറെ കൂടെ സോഫ്റ്റ് സ്പോക്കണും ജെന്റിലുമാണ്. അപ്പം പണ്ട് നമ്മുടെ യുക്തിവാദ പ്രസ്ഥാനങ്ങളിൽ സനൽ ഇടബർഗ് സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം കുറെ കൂടെ സോഫ്റ്റ് ആൻഡ് സോബർ ആണ്. രവീന്ദ്രൻ സാർ, പ്രൊഫസർ സി രവീന്ദ്രൻ കുറെ കൂടെ അഗ്രസീവ് ആണ് അപ്രോച്ചിൽ. രണ്ടും വ്യക്തികളുടെ വ്യക്തിപരമായ ഓറിയന്റേഷൻ മാത്രമാണ്. ഞാൻ പലപ്പോഴും എടുക്കാറുള്ളതും കഴിയുന്നത്ര ഒരു സോഫ്റ്റ് അപ്രോച്ച് ഒക്കെയാണ്. ചിലപ്പോഴൊക്കെ ദേഷ്യം വരാറുണ്ട് എങ്കിലും. അപ്പോൾ ലിയാഖത്തിന്റെ അങ്ങനെ പല സമീപനങ്ങളും എനിക്ക് ഇഷ്ടവും ആദരവും തോന്നിയിട്ടുണ്ട്. ആ ലിയാഖത്തിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ലിയാഖത്ത് ഈ പറഞ്ഞ 2-3 കാര്യങ്ങൾക്ക് ഒരു മറുപടിയും കൂടി പെട്ടെന്ന്. ഇസ്ലാം മത വിശ്വാസികള് പ്രതിസന്ധി നേരിടുന്ന സമയത്ത്, മതം മൊത്തത്തിൽ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഇസ്ലാമിക ലോകം വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാറുള്ള അല്ലെങ്കിൽ പാട്ടുപാടാറുള്ള ഒരു സംഭവമാണ് ഇമാം മഹദി വരും ഇസ്ലാമിനെ രക്ഷിക്കാൻ. ഇസ്ലാമിനെ രക്ഷിക്കാനും മുസ്ലിങ്ങൾക്ക് ആശ്രയമില്ലാതാവുകയും ചെയ്യുന്ന സമയത്ത് പിറവിയെടുക്കാൻ പോകുന്ന ഒരു അവതാരത്തെക്കുറിച്ച് ഇസ്ലാമിക ലോകത്ത് വളരെ സജീവമായിട്ടുള്ള ചർച്ചകൾ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉണ്ടാവാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഗാസയിൽ വീണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വന്ന സമയത്ത്, പലസ്തീൻ ഇഷ്യൂ ഉയർന്നു വന്ന സമയത്ത് വീണ്ടും ഇമാം മഹദിയെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരുന്നു. നമ്മുടെ നാട്ടില് തൊടുപുഴ ഭാഗത്തുള്ള ഒരാള്, ഒരു മൗലിയാർ, ഒന്ന് 2 മൗലിയന്മാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഏരിയ തന്നെ ഇമാം മഹദി വന്നില്ല, വരാനിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോകൾ ചെയ്യലാണ്. അദ്ദേഹത്തിന്റെ വരവിന്റെ അടയാളങ്ങൾ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ അടയാളങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഇസ്ലാം കേരളത്തിൽ പ്രതിസന്ധിയിലാകുമ്പോൾ പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റ് സംഘങ്ങൾ, അങ്ങനെ തന്നെ പറയാം കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാന്ന് ഞാൻ പിന്നീട് പറയാം. ഇസ്ലാം അല്ല, ഇസ്ലാമിസ്റ്റുകൾ, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകൾ കേരളത്തിൽ പ്രതിരോധത്തിലാകുമ്പോൾ പോലും ഒരു പ്രവാചകനെ കണക്കെ ഒരു മഹദി ഇമാം കണക്കെ ചാടി വീണ രാഹുൽ ഈശ്വറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. രാഹുൽ ഈശ്വറിനെ കുറിച്ച് ഇമാം മഹദി എന്നൊക്കെ പറയുന്ന വലിയൊരു സങ്കല്പമാണ്. പരസ്പരം നമ്മുടെ മതങ്ങളെ കുറ്റം പറയുമ്പോൾ മര്യാദ കൊണ്ട്, ബഹുമാനം കൊണ്ട്, പരസ്പര സ്നേഹം കൊണ്ട്, മതസൗഹാർദ്ദം കൊണ്ട് അത് തെറ്റാന്ന് പറയുന്ന ഒരു സാധാരണക്കാരനാണ് ഞാൻ. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മളെ പഠിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ പ്രഭാഷണം നടത്തുകയാണ്. അമേരിക്കയിൽ പ്രഭാഷണം നടത്തുമ്പോൾ സൈക്കിക് എക്സ്പീരിയൻസ് അത് പോസിബിൾ ആണോ എന്നൊരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്.
ആ തർക്കം നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഇരുന്ന വേറൊരാള്, അവിടുത്തെ ഏതോ ഒരു തീവ്ര അന്നത്തെ ഇസ്ലാമോഫോബിയ ഉള്ള ഒരു തീവ്ര വലതുപക്ഷക്കാരൻ എണീച്ച് വേറൊരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണ്, മുസ്ലിങ്ങൾ സ്ത്രീകൾക്ക് ആത്മാവില്ല എന്ന് പഠിപ്പിക്കുന്നവരാണ്, ഖുറാൻ അങ്ങനെയാണ് പഠിക്കുന്നത്, സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഖുറാനെയും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ ഒക്കെ അപമാനിക്കുന്ന രംഗമാണ്. സ്വാമി വിവേകാനന്ദൻ തന്റെ ഡിബേറ്റ് മാറ്റിവെച്ച്, അല്ലെങ്കിൽ ആ ഡിബേറ്റിൽ നിന്ന് മാറിയിട്ട് സ്വാമി വിവേകാനന്ദൻ പറയുകയാണ്, അങ്ങനെ പറയരുത്, നിങ്ങൾ പറയുന്നത് തെറ്റാണ്. പരിശുദ്ധ ഖുറാൻ പഠിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഇസ്ലാം മതം പഠിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാം മതത്തിൽ അങ്ങനെ പറയുന്നില്ല എന്ന് മാത്രമല്ല, അതായത് സ്ത്രീകൾക്ക് ആത്മാവില്ല, സ്ത്രീകൾക്ക് മൂല്യമില്ലെന്ന് പറയുന്നു എന്നത് തെറ്റാണെന്ന് മാത്രമല്ല, അത് മൂല്യമുണ്ടെന്നാണ് പറയുന്നത്, ബഹുമാനം കൊടുക്കാനാണ് പറയുന്നത്, അങ്ങനെ സോൾ ഉണ്ടെന്നാണ് പറയുന്നതെന്ന് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്. അത് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ കേൾക്കാൻ ഒരു മുസ്ലിം പോലും ഇല്ല, അവിടെ ഒരു മുസ്ലിം വോട്ട് ബാങ്ക് ഇല്ല, അവിടെ യൂട്യൂബ് ഇല്ല, അവിടെ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അത് ചെയ്യുന്നത് അത് ഭാരതീയ സംസ്കാരമാണ്. വ്യത്യസ്ത മതങ്ങളിലൂടെ ദൈവത്തിൽ എത്താമെന്ന് പഠിപ്പിച്ച, അതായത് അള്ളാഹു എന്നും യാഹു എന്നും പരബ്രഹ്മമെന്നും എങ്ങനെ വിളിച്ചാലും ആത്യന്തികമായി നമ്മൾ എത്തിച്ചേരുന്ന സത്യം ഒന്നാണ് എന്ന് തിരിച്ചറിയുന്ന, ഏകം സത് വിപ്ര ബഹുദാ വദന്തി, പരമമായ സത്യം ഒന്നാണ്. പക്ഷേ വ്യത്യസ്ത പ്രവാചകന്മാർ, വ്യത്യസ്ത അവതാര പുരുഷന്മാർ, വ്യത്യസ്ത ഗുരുക്കന്മാർ, വ്യത്യസ്ത ജ്ഞാനികൾ അതിനെ വേറെ വേറെ ഭാഷകളിലും വേറെ രീതികളിലും വിശദീകരിച്ചു, വിളിച്ചു എന്ന് പഠിപ്പിച്ച ആ സംസ്കാരം ഉള്ളതുകൊണ്ടാണ്. ഇമാം മഹദിയുടെ റേഞ്ചിലൊന്നും പോകേണ്ട കാര്യമില്ല. സാധാരണക്കാരൻ ഇത് ചെയ്യുന്നത് ഒരു സാധാരണ ഇന്ത്യക്കാരന്റെ മാന്യതയും മര്യാദയാണ്. ആ മാന്യതയും മര്യാദയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് പല ഈ തീവ്രപക്ഷം, അത് തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും കൂടെ ചേർന്ന് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ മാന്യതയും മര്യാദയാണ് നമ്മുടെ ശക്തി, നമ്മുടെ നന്മ, നമ്മുടെ പുണ്യം എന്ന് പറയുന്ന കാര്യം. ആ പുണ്യത്തെ, നമ്മുടെ ആ സംസ്കാരത്തെ കണ്ടിന്യൂ ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. രാഹുൽ ഈശ്വർ ഉയർത്തുന്ന ചില വാദഗതികളെ പരിശോധിക്കുകയും രാഹുൽ ഈശ്വർ ആ അർത്ഥത്തിലാണെങ്കിൽ ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും അദ്ദേഹത്തെ അതിലേക്ക് ക്ഷണിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. ക്ഷണം സ്വീകരിച്ചിരിക്കുന്നു ശ്രീ ലിയാഖത്ത്, ക്ഷണം സ്വീകരിച്ചിരിക്കുന്നു. അപ്പോ നമുക്കറിയാം, കേരളത്തിൽ ഇസ്ലാം മത പ്രബോധകരും അല്ലെങ്കിൽ ഇസ്ലാം മത വിമർശകരും തമ്മിൽ ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ, എന്താ പറയാ, വീഡിയോകളും മറുവീഡിയോകളുമായിട്ട് അങ്ങനെ അരങ്ങ് തകർക്കുന്ന സമയമാണ്. പലപ്പോഴും ഇസ്ലാമിക വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതിരോധത്തിലാകുന്ന സമയത്ത് പല കുതന്ത്രങ്ങൾ അവർ പയറ്റാറുണ്ട്. ഏറ്റവും അവസാനം ഗത്യന്തരമില്ലാതെ ഇപ്പോ 2-3 സംവാദങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്ക്. എന്നാൽ പൊതുവിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ സംവാദ കൾച്ചർ നല്ലതാണ്. പ്രവർത്തകരുടെ ഇസ്ലാമിക പ്രബോധനം അല്ലെങ്കിൽ മതപരിവർത്തനത്തിന് ഉതകുന്ന തരത്തിലുള്ള ഇസ്ലാമിക പ്രബോധനം ഉപജീവന മാർഗമാക്കിയിട്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ കേരളത്തിൽ എടുത്തിട്ടുള്ള ഒരു സമീപനം, സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം. അപ്പം ആ വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടോളൂ, ഞാൻ ഇട്ടേക്കാം. ഞാൻ രാവിലെ ഇപ്പൊ സമയം ചെയ്യുന്നത്, രാവിലെ പലപ്പോഴും സമയം കാണാമെങ്കിൽ എത്രയും സമയം 4:30 നല്ല ഇറങ്ങാറായി. ഞാൻ 4:33 രാവിലെ ആണ്ടിരുന്ന് ചെയ്യുന്നത്. ഇത് മറ്റേ കാര്യമായിട്ടിരുന്ന് കട്ട് ചെയ്ത് ഇടണം, എഡിറ്റർ വെച്ച് ഇടണമെന്നൊക്കെ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അതിന് പലപ്പോഴും സമയം ലഭിക്കാറില്ല. അതുകൊണ്ട് ലിയാഖത്തിന്റെ വെല്ലുവിളി വളരെ സ്നേഹത്തോടെ, വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ലിയാഖത്തിന്റെ സമയം, അതായത് നേരത്തെ പറയും, എനിക്കിതിൽ അബ്ദുള്ള ബാസിലിനെ പറഞ്ഞ കാര്യത്തിനോട് വിയോജിപ്പുണ്ട് കേട്ടോ. അബ്ദുള്ള ബാസിലിനോട് 100 കാര്യത്തിൽ എനിക്ക് യോജിപ്പ് കാണില്ല, അല്ലെങ്കിൽ 100-ൽ 10, 20, 30 കാര്യങ്ങൾ വിയോജിപ്പ് കാണും. പക്ഷേ യോജിപ്പുള്ള 70 മേഖലകൾ വെച്ച് നമുക്ക് ബിൽഡ് ചെയ്തുകൂടെ? അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ശ്രീ അബ്ദുള്ള ബാസിൽ അടക്കമുള്ള ആൾക്കാരെ കുറിച്ച് ഇതിൽ പറഞ്ഞ നെഗറ്റീവ് കമന്റ്സിനോട് ശക്തമായി വിയോജിക്കുന്നു. എന്നാൽ അദ്ദേഹം എന്നെ ക്ഷണിച്ചതിനെ സ്വീകരിക്കുന്നു. ഇങ്ങനെയല്ലേ നമ്മൾ ഒരു സമൂഹത്തിൽ കൺസെൻസസ് ബിൽഡ് ചെയ്യുക? അതുകൊണ്ട് അബ്ദുള്ള ബാസിൽ പറയാനുള്ള കാര്യം, ഞാൻ ഒരു തവണയെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടേ ഉള്ളൂ. അദ്ദേഹം നന്നായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചു പറയണ്ടേ, നിങ്ങൾ അങ്ങനെ സംസാരിച്ചത് നല്ലതാണ്. ഈ നേരത്തെ പറഞ്ഞ വ്യത്യസ്ത ചിന്താധാരകൾ ഉണ്ടാകാം, വ്യത്യസ്ത ഓർഗനൈസേഷൻസ് ഉണ്ടാകാം, സുന്നികളിൽ തന്നെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ തന്നെ വ്യത്യസ്ത എന്താ പറയുക വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ടാകാം. സുന്നിയുണ്ട്, ഷിയുണ്ട്, ദാവൂദി, ബോറ അടക്കമുള്ള കമ്മ്യൂണിറ്റീസിന് അവരുടേതായ രീതികളുണ്ട്. അഹമ്മദീയരുണ്ട്. ഞാൻ പലപ്പോഴും അഹമ്മദിയരുടെ പരിപാടികൾക്ക് പോകാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. മുജാഹിദീനുണ്ട്, കേരള നടുവത്തുൽ മുജാഹിദീൻ, KNM പ്രസ്ഥാനങ്ങളുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഒരുപാട് ന്യൂവാൻസുകളുണ്ട്. ഹിന്ദുമതത്തിനുള്ളിൽ ഇല്ലേ, ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തമുണ്ട്, വിശിഷ്ട അദ്വൈതമുണ്ട്, ആഗമങ്ങളും തന്ത്രശാസ്ത്രങ്ങളും ഉണ്ട്. എല്ലാ മതങ്ങളിലും ഇങ്ങനെ വ്യത്യസ്ത ധാരകൾ കാണും. എന്നാൽ കുറച്ച് കോമൺ പോയിന്റ്സും കാണും. ഈ കോമൺ പോയിന്റ്സിനെ പരിപോഷിപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ് എല്ലാവരും എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആ പറഞ്ഞ, അതായത് അബ്ദുള്ള ബാസിൽ അടക്കമുള്ളവരെ പറഞ്ഞ നെഗറ്റീവ് കമന്റ്സിനോട് വിയോജിച്ചുകൊണ്ട്, ലിയാഖത്ത് അലിയുടെ സമീപനത്തോട് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ശക്തമായി സംവദിക്കാം. ലിയാഖത്ത് അലിയുടെ സമയം, ലിയാഖത്ത് അലിയുടെ വേദി,
നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന സ്ഥലം. അതുകൊണ്ട് എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഞാൻ ഈ ജൂലൈ 20 മുതൽ 28 വരെ ഇല്ല, ഫിൻലാൻഡിലോട്ട് പോവാണ്. ഒന്നെങ്കിൽ അതിന് മുമ്പാണെങ്കിലും അതിന് ശേഷമാണെങ്കിലും താങ്കളുടെ സമയം, ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ, ഡിജിറ്റൽ ആണെങ്കിൽ ഡിജിറ്റൽ, വേദി ആണെങ്കിൽ വേദി, സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ സമ്മതിക്കാൻ, ഏത് വിഷയമാണെങ്കിലും ഇനി താങ്കൾ സെലക്ട് ചെയ്യുന്ന വിഷയത്തിൽ സംസാരിക്കാം. ജിഹാദ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു മറുവശം എനിക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് വലിയ സന്തോഷമുണ്ട്. ആ മറുവശം കാണിച്ചു കൊടുക്കാൻ ഏറ്റവും വലിയ തെളിവാണ് ഒരു 3-4 ദിവസത്തിന് ശേഷം ആരിഫ് ഹുസൈൻ മാധുവിനോട് സംസാരിച്ചപ്പോൾ. ശ്രീ ആരിഫ് ഹുസൈൻ മാധു ജിഹാദ് എന്ന് പറഞ്ഞ യുദ്ധമല്ലേ എന്ന് പറയുമ്പോൾ ആരിഫ് ഹുസൈൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, അത് പഠിക്കണം, ജിഹാദ് എന്ന് പറഞ്ഞാൽ പ്രയത്നമാണ് എന്ന് പറയുകയുണ്ടായി. ഇതൊക്കെ ഇവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ചെയ്യുന്ന ഏക കാര്യം വീണ്ടും ഒന്ന് ഉണർത്തിക്കുകയാണ്. അത് എന്താ പറയണേ, ഒന്ന് റീഇൻവോക്ക് ചെയ്യുകയാണ്. അപ്പോൾ മതം ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. ചില ആൾക്കാർ പകുതി മതവിശ്വാസികളായിരിക്കും, ചില ആൾക്കാർ കടുത്ത മതവിശ്വാസികളായിരിക്കും, ചില ആൾക്കാർ ലിബറൽ മതവിശ്വാസികളായിരിക്കും. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ മതസൗഹാർദ്ദം ആവശ്യമാണ്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ആവശ്യമാണ്. ആ യോജിപ്പിന് വേണ്ടിയുള്ളതാണ് ആ ശ്രമങ്ങൾ. അപ്പോൾ ലിയാഖത്തിന്റെ ചലഞ്ച് സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നു. ലിയാഖത്തിന്റെ സമയം, ലിയാഖത്തിന്റെ വേദി, ലിയാഖത്തിന്റെ ടോപ്പിക്, ഇസ്ലാമുമായി ബന്ധപ്പെട്ട ടോപ്പിക്. എനിക്കും അത് പഠിക്കാൻ ഒരു അവസരമായിരിക്കും. എനിക്കും അത് ഇപ്പൊ ലിയാഖത്ത് ഇസ്ലാമിലെ അടിമത്തത്തെ കുറിച്ചൊക്കെയാണ് വേണമെന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും അതിന്റെ എന്താ പറയുക സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഇനി ഏതെങ്കിലും മതത്തിൽ കാലാന്തരത്തിൽ മതത്തിന്റെ തത്വങ്ങൾ കാരണമല്ല, മതത്തിന്റെ തത്വങ്ങളെല്ലാം സനാതനമാണ്, കാലാതീതമാണ്, ആത്മീയമാണ്, ദൈവീകമാണ്. എന്നാൽ അത് സമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ സമൂഹത്തിൽ കുറെ ചേഞ്ചസ് ഉണ്ടാകാം, അല്ലെങ്കിൽ സമൂഹത്തിന്റെ കോണ്ടെക്സ്റ്റുകളും കാര്യങ്ങളും മാറാം. അങ്ങനെ ഉള്ള വിഷയമാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ കാര്യം എനിക്ക് 100% ബോധ്യമുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ, നമ്മുടെ രാജ്യത്തിന്റെ ഗുരു തുല്യനായ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, എല്ലാ മതങ്ങളും നന്മയാണ്, എല്ലാ മതങ്ങളും ദൈവീക പാതകളാണ്, വ്യത്യസ്ത പാതകളാണെന്ന് മാത്രമേ ഉള്ളൂ. ആ പാതകളെ ബഹുമാനിക്കുന്നതാണ് യഥാർത്ഥത്തിലെ ഭാരതീയ സംസ്കാരം, യഥാർത്ഥത്തിലെ ഇന്ത്യൻ പൈതൃകം. അത് ഉയർത്തിപ്പിടിച്ച് സംവാദത്തിന് എവിടെ വരാനും സന്തോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ലിയാഖത്ത് അലി തീരുമാനിക്കുക, താങ്കളുടെ ടേംസ്, താങ്കളുടെ വേദി, താങ്കളുടെ സമയം, താങ്കളുടെ സ്ഥലം, താങ്കളുടെ ടോപ്പിക്, ഞാൻ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകും. വളരെ സന്തോഷം. അത് ഇമാം മെഹദി പോലെ മഹത്തരമായ സങ്കല്പമൊന്നും ഇൻവോക്ക് ചെയ്യരുത്. ഇമാം മെഹദി വളരെ മഹത്തരമായ ഒരു സങ്കല്പമാണ്. അതായത് എല്ലാ മതങ്ങളിലും അത്തരം സങ്കല്പങ്ങളും അത്തരം കോൺസെപ്റ്റ്സും ഉണ്ട്. ഇതൊക്കെ സാധാരണ ഇന്ത്യക്കാരൻ ചെയ്യുന്ന മാന്യതയും മര്യാദയും ആത്മീയതയോടുള്ള ബഹുമാനവും ദൈവീകതയോടുള്ള ബഹുമാനവുമാണ്. അപ്പം ലിയാഖത്ത് അലി അത് കൺവിൻസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമുക്കില്ലെങ്കിൽ നോക്കാം. എന്തായാലും ദൈവം അനുഗ്രഹിക്കും.